നിനക്കൊരു ആലോചന വന്നിട്ടുണ്ട്. നല്ല കൂട്ടുകാരാ. അമ്മേ, ഞാനിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിട്ടല്ലേ ഉള്ളൂ. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ടമ്മേ. കല്യാണം കഴിഞ്ഞാൽ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്തോളാൻ അവര് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം ഉള്ളൊരു പെണ്ണിനെ മാത്രമേ ആവശ്യമുള്ളൂ. മോൾ അതുകൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിക്കണം. കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഇത് എന്തൊരു പഠിത്തമാ? അതമ്മേ, കല്യാണത്തിന്റെ സമയത്ത് കുറെ ക്ലാസ് മിസ്സായി. ഞാനിപ്പം ഇന്നലെ നോട്ട് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ കുറെ പഠിക്കാനുണ്ട്. ഇങ്ങനെ ഏതു നേരം പുസ്തകത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്നാ മതിയോ? അടുക്കളയിൽ കയറി വല്ലതും ഒക്കെ ഉണ്ടാക്കണം. ഇതിപ്പോ ഇവിടെ ആര് നിനക്ക് വെച്ച് വിളമ്പി തരുമെന്ന് ഓർത്തിട്ടാണ് നീ ഇരിക്കണത്? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 6 മാസമായി. എന്താ നിന്റെ ഉദ്ദേശം? ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? എന്താ അമ്മേ? അല്ല, വിശേഷമൊന്നും ആയില്ലെന്ന് ബന്ധുക്കൾ വരെ ചോദിച്ചു തുടങ്ങി. എനിക്ക് ബന്ധുക്കളുടെ നാട്ടുകാരുടെ മുഖത്ത് നോക്കണ്ടതാ. നിനക്ക് ജോലി കിട്ടുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇവിടെ ഇപ്പം നിന്റെ കൊച്ചിനെ നോക്കാൻ ഞങ്ങളെല്ലാവരും ഇല്ലേ? അമ്മേ, ഈ കുഞ്ഞിനെ ഒന്ന് എടുക്കുവോ? എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. എനിക്കങ്ങ് വയ്യ നിന്റെ കൊച്ചിനെ നോക്കാൻ. ഒന്നാമതേ എനിക്ക് കൈക്ക് ഭയങ്കര വേദനയാ. നിനക്കൊരു കൊച്ചൊക്കെ ആയില്ലേ? ഇനി നിന്റെ കൊച്ചിനെ നോക്കി നീ വീട്ടിലിരിക്കാൻ നോക്ക്. നിനക്കിനി പഠിക്കണം എന്ന് അത്ര നിർബന്ധമാണെങ്കിൽ കൊച്ചൊന്ന് കുറച്ച് വലുതാവട്ടെ, എന്നിട്ട് പഠിക്കാൻ പോക്കോ. അമ്മ പറയുന്നതിലും കാര്യമില്ലേ? നീ ഇനി എന്തിനാ പഠിക്കാൻ പോകുന്നത്? ഇവിടെ നിനക്ക് കഴിഞ്ഞുകൂടാനുള്ളതൊക്കെ ഇല്ലേ? ചേട്ടാ, നിങ്ങളും അമ്മയുടെ സൈഡാണോ? പഠിച്ചൊരു ജോലി മേടിക്കണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. അവളുടെ ഒരു സ്വപ്നം. നീ പഠിക്കാൻ പോയ എന്റെ കൊച്ചിനെ ആര് നോക്കും? വയ്യാത്ത എന്റെ അമ്മയുടെ തല കെട്ടിവെക്കാൻ നീ നോക്കണ്ട. തൽക്കാലം നീ നിന്റെ സ്വപ്നമൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടേ നീ നമ്മുടെ കൊച്ചിനെ നന്നായിട്ട് നോക്കി വളർത്താൻ നോക്ക്.